सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम 9वीं कक्षा की एक अनुदित पत्र पढ़ेगा। यह पत्र भारत के प्रथम प्रधानमंत्री जवाहरलाल नेहरू जी ने अपनी बेटी के नाम पर लिखी एक पत्र है। इस पत्र का अनुवाद हिंदी के उपन्यास सम्राट, कथा सम्राट नाम से विख्यात प्रेमचंद जी हैं। आइए दोस्तों, इस पत्र हम पढ़ेंगे। पत्र का नाम है संसार एक पुस्तक है। संसार एक पुस्तक है। എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട, വിവർത്തനം ചെയ്യപ്പെട്ട ഒരു കത്തിൻ്റെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഈ കത്ത് ഇന്ത്യയിലെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തൻ്റെ പുത്രിയുടെ പേരിൽ എഴുതപ്പെട്ട ലെറ്ററാണ്. ഈ ലെറ്റർ ഹിന്ദിയിലോട്ട് തർജിമ ചെയ്തത് ഹിന്ദിയിലെ ഉപന്യാസ് സാമ്രാട്ട്, കഥാ സാമ്രാട്ട് എന്നെല്ലാം അറിയപ്പെടുന്ന പ്രേംചന്ദ് ജിയാണ്. പ്രേംചന്ദ്, അദ്ദേഹത്തിൻ്റെ പേര് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹമാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് എഴുതിയ കത്തിൻ്റെ രൂപം ഹിന്ദിയിലോട്ട് തർജിമ ചെയ്തത്. ആ ലെറ്ററിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. संसार पुस्तक है. संसार पुस्तक है. संसार शब्द का अर्थ क्या है? ലോകം. പുസ്തക ഹേ, ഈ ലോകം ഒരു പുസ്തകമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഈ ലോകത്തിൻ്റെ ഓരോ കണങ്ങൾ എടുത്തു നോക്കിയാലും അതിനെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രകൃതിയിലെ ഓരോ വസ്തുക്കളെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക. അതെങ്ങനെ ഉണ്ടായെന്ന് ആ വസ്തുവിന് അനേകം കഥകൾ നമ്മോട് പറയാൻ കാണും. അത്തരത്തിലൊരു കഥയാണ് ഇവിടെ പറയുന്നത്. ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് വേണ്ടി എഴുതപ്പെട്ട കത്തിലൂടെ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് തുടങ്ങാം. സഭി अपने पुस्तक में देखिए. संसार पुस्तक है, जवाहरलाल नेहरू. अनुवादक प्रेमचंद. जब तुम मेरे साथ रहती हो तो अक्सर मुझसे बहुत सी बातें पूछा करती हो. അദ്ദേഹം പറയുന്നു, ജബ് തും മേരെ സാത്ത് രഹതി ഹോ, ഇപ്പോൾ നീ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, തോ അക്സർ, അക്സർ മിക്കവാറും, മുജ്സെ എന്നോട്, ബഹുത് സി ബാത്തേം പൂച്ചാ കർത്തി ഹോ, വളരെ കാര്യങ്ങൾ എന്നോട് ചോദിക്കുമായിരുന്നു. ഓർ മെയ്യും ഉൻകാ ജവാബ് ദേനെ കി കോഷിഷ് കർത്താ ഹും, ഞാൻ നീ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും ആൻസർ പറയാൻ ശ്രമിക്കുമായിരുന്നു. കോഷിഷ്, പരിശ്രമം, ശ്രമിക്കുക. ലേക്കിൻ अब जब तुम मसूरी में हो और मैं ഇലഹബാദ് में, എന്നാൽ ഇന്ന് നീ അങ്ങ് ഇംഗ്ലണ്ടിലും ഞാനിവിടെ ഇലഹബാദിലുമാണ്. ഹം ദോനോ മുസ്തറഹ് ബാത്ചീത്ത് നഹിം കർ സക്തേ, അപ്പം നമുക്ക് അങ്ങനെ നേരിട്ട് സംഭാഷണം നടത്താൻ പറ്റൂല, ദൂരെയാണ് നമ്മൾ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു കത്ത് ആർക്കയച്ചത്? തൻ്റെ മകൾക്ക്. इसलिए मैं इरादा किया, അതുകൊണ്ട് ഞാൻ ലക്ഷ്യമാക്കി. ഇരാദ, ലക്ഷ്യം. इरादा किया कि कभी कभी तुम्हें इस दुनिया की और उन छोटे बड़े देशों की जो इस दुनिया में है छोटी छोटी कथाएं लिखा करूँ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, ഞാൻ തീരുമാനിച്ചു, എൻ്റെ ലക്ഷ്യം ഇതായിരുന്നു, ഈ ലോകത്തിനെ പറ്റിയും ഈ ദേശത്തിൻ്റെ ചെറിയ ചെറിയ കഥകൾ, കാര്യങ്ങൾ നിനക്ക് എഴുതണമെന്ന്. तुमने हिंदुस्तान और इंग्लैंड का कुछ हाल इतिहास में पढ़ा है.
നീ ഇംഗ്ലണ്ടിനെ പറ്റിയും അതുപോലെ ഇന്ത്യയെ പറ്റിയും ഇന്ത്യയുടെ അവസ്ഥയെ പറ്റിയും ഒക്കെ നീ ചിലപ്പോൾ ചരിത്രത്തിൽ പഠിച്ചു കാണും. ലേക്കിൻ ഇംഗ്ലണ്ട് കേവൽ ഏക ഛോട്ടാ സാ ടാപ്പു ഹെ. എന്നാൽ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു രാജ്യമാണ്, ടാപ്പു ഹെ. और ഹിന്ദുസ്ഥാൻ ജോ ഏക് ബഹുത് ബഡാ ദേശ് ഹെ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വിശാലമായ ദേശമാണ്. ഫിർ ഭി ദുനിയാ കാ ഏക് ഛോട്ടാ സാ ഹിസ്സ ഹെ. എന്നിരുന്നാലും ഈ ലോകത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മുടെ ഇന്ത്യയും. अगर तुम्हें इस दुनिया का कुछ हाल जानने का शौक है, അഥവാ നിനക്ക് ഈ ലോകത്തിനെ പറ്റി അറിയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഷൗക്ക് ഇൻട്രസ്റ്റ് താല്പര്യം, तो तुम्हें सब देशों का और उन सब जातियों का जो इसमें ബസി ഹുയി ഹെ. അങ്ങനെയാണെങ്കിൽ നീ ഇതിലുള്ള എല്ലാ ജാതിയെ പറ്റിയും എല്ലാ ദേശത്തിനെ പറ്റിയും മനസ്സിലാക്കേണ്ടത്. ഇസ്മേം ബസി ഹുയി ഹെ, ഇതിൽ താമസിക്കുക. ധ്യാൻ രഖ്ന പടേഗ കേവൽ ഉസ് ഏക് ഛോട്ടേ സെ ദേശ് കാ നഹീം ജിസ്മേം തും പൈദാ ഹുയി ഹോ. അപ്പം നീ മനസ്സിലാക്കാനുള്ള കാര്യം, ഇതേപോലത്തെ ഒരു ചെറിയൊരു രാജ്യത്ത് ധ്യാൻ രഖ്ന പടേഗ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേവൽ ഉസ് ഏക് ഛോട്ടേ സെ ദേശമേ, കേവലം ഇത്ര ചെറുതായ ഒരു ദേശത്തിൽ, നഹിം ഒരു ചെറിയൊരു ദേശത്തിലല്ല, ജിസ്മേൻ തും പൈദാ ഹുയി ഹോ, കേവലം ഒരു ചെറിയൊരു ദേശത്തിലല്ല നീ ജനിച്ചത് എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന വിശാലമായ ദേശത്തിലാണ്. മുझे मालूम है कि इन छोटे छोटे बातों में मैं बहुत थोड़ी सी बातें ही बदला सकता हूँ. എനിക്കറിയാം. മുझे मालूम है कि इन छोटे छोटे ഖത്തോ മേം, ഇങ്ങനെ ചെറിയ ചെറിയ കത്തിൽ കൂടെ, ഖത്തോ മേം മെയിം ബഹത്ത് ദോഡി സി ബാത്തെ, ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ബാത്തെ ബദലാ സക്താ ഹും, പറയുമെന്ന്. लेकिन मुझे आशा है कि इन थोड़ी सी बातों को भी तुम शौक से पढ़ेगी. എന്നിരുന്നാലും എത്ര ചെറുതായിരുന്നാലും എത്ര വലിയ കാര്യമായിരുന്നാലും നീ വളരെ താല്പര്യത്തോടു കൂടി വായിക്കുമെന്ന് എനിക്കറിയാം. ഓർ സമച്ചേഗി, മനസ്സിലാക്കും. കി ദുനിയ ഏക് ഹെ ഓർ ദൂസരെ ലോക് ജോ ഉസ്മേം. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് ദുനിയ ഏക് ഹെ, ലോകം ഒന്നാണെന്നും, और दूसरे लोग മറ്റുള്ള ആൾക്കാർ, ജോ ഇസ്മയും ആബാദ് ഹെ ഹമാരെ ഭായി ബഹൻ ഹെ, അതായത് ഈ ദേശം ഒന്നാണെന്നും എല്ലായിടത്തും താമസിക്കുന്ന ആൾക്കാർ നമ്മുടെ സഹോദരന്മാരാണെന്നും നിനക്ക് അറിയാമായിരിക്കും. ജബ് തും ബഡി ഹോ ജാവോങ്കി തോ തും ദുനിയ ഓർ ഉസ്കെ ആത്മിയോം കാ ഹാൽ മോട്ടി മോട്ടി കിതാബോ മേം പഠേഗി. നീ വലുതാകുമ്പോൾ ഈ ദേശത്ത് ഈ ലോകത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നീ ചെറുതും വലുതുമായ പുസ്തകങ്ങളിൽ പഠിക്കും. उसमें तुम्हें जितना आनंद मिलेगा उतना किसी कहानी या उपन्यास में भी नहीं मिल सकेगा. അപ്പോൾ ഈ ലോകത്തിൻ്റെ കഥ നീ വായിക്കുകയാണെങ്കിൽ, ഈ ലോകത്തിൻ്റെ ചരിത്രം നീ വായിക്കുകയാണെങ്കിൽ, ആ വായിക്കുന്നതിൻ്റെ ആനന്ദം നിനക്കൊരു നോവൽ വായിച്ചാലോ, ഉപന്യാസ് നോവൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ കഥ വായിക്കുമ്പോഴോ നിനക്ക് കിട്ടില്ല. ഉപന്യാസ് എന്ന് പറഞ്ഞാൽ നോവൽ, കഹാനി എന്ന് പറഞ്ഞാൽ കഥ വായിക്കുമ്പോഴോ നിനക്ക് അതിൻ്റെ ആനന്ദം കിട്ടൂല. അപ്പോൾ ഈ ലോകത്തിൻ്റെ ചരിത്രം നീ പഠിക്കുകയാണെങ്കിൽ നിനക്ക് അത് നോവലിൻ്റെ ആനന്ദത്തിനേക്കാളും കഥയുടെ ആനന്ദത്തിനേക്കാളും വളരെ വലുതാണ് എന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത് തൻ്റെ മകളോട്. यह तो तुम जानती ही हो कि यह धरती लाखों करोड़ों वर्ष पुरानी है. പിന്നെ നിനക്ക് ഒരു കാര്യം അറിയാം. यह तो तुम जानती ही हो, ഇത് നിനക്ക് അറിയാവുന്ന കാര്യമാണ്. कि यह धरती, ഈ ഭൂമി, लाखों करोड़ों वर्ष पुरानी है, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ് നമ്മുടെ ഈ ഭൂമി എന്ന്. ലാഖോം ലക്ഷം, കരോടോം കോടി, കോടാനുകോടി വർഷങ്ങൾ പഴക്കമുള്ളതാണ് നമ്മുടെ ഭൂമി എന്ന് നിനക്ക് അറിയാം. और बहुत दिनों तक इसमें कोई आदमी नादा, കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായിരുന്നില്ല. ആത്മിയോം കെ പഹലെ സിർഫ് ജാൻവർ ദേ, മനുഷ്യർക്ക് മുമ്പ് ഇവിടെ മൃഗങ്ങളായിരുന്നു. और जानवरों से पहले एक ऐसा समय था
और जानवरों से पहले एक ऐसा समय था जब इस धरती पर कोई जानवर ജീസ് ना थी. അപ്പം ഈ മൃഗങ്ങൾക്ക് മുമ്പേയും ഈ ഭൂമിയിൽ എന്താ മൃഗങ്ങളെ പോലത്തെ ഒരു വസ്തുവും ഇവിടെ ഉണ്ടായിരുന്നില്ല. आज जब वह दुनिया हर तरह के जानवरों और आत्मियों से भरी हुई है. എന്നാൽ ഇന്ന് നമ്മുടെ ഈ ഭൂമിയിൽ മൃഗങ്ങളെയും മനുഷ്യരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉസ് ജമാനെ കാ ഗ്യാൽ കർനാ ഭി മുഷ്കിൽ ഹൈ ജബ് യഹാം കുച്ച് നാദ. അപ്പം ഇവിടെ ഒന്നുമില്ലായിരുന്നു എന്നുള്ള ആ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുക എന്നത് വളരെ പ്രയാസമുള്ളതാണ്. മുഷ്കിൽ, പ്രയാസം. ജമാന കാലഘട്ടം, കാലം. ഗ്യാൽ കർന ചിന്തിക്കുക. ഗ്യാൽ കർന ഭി മുഷ്കിൽ ഹൈ ജബ് യഹാം കുച്ച് നാദ. ഇവിടെ ഒന്നുമില്ലായിരുന്നു എന്നുള്ള കാര്യം ചിന്തിക്കുന്നത് തന്നെ വളരെ പ്രയാസമുള്ളതായിരുന്നു. ലേക്കിൻ വിജ്ഞാൻ സയൻസ്, ലേക്കിൻ വിജ്ഞാൻ ജാനനെ വാലോം और വിദ്വാനോं, വിദ്വാൻ പണ്ഡിതന്മാർ, വിദ്വാനോനെ ജിനോനെ ഇസ് വിഷയ കോ ഖൂബ് സോച്ച. അപ്പം വളരെയധികം സയൻറ്റിസ്റ്റും അതേപോലെ എന്താണ് വിദ്വാൻമാരും ഈ വിഷയത്തിനെ പറ്റി, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു, ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ ചിന്തിച്ചു. സോച്ച ഒരു പട, പിന്നെ അവർ പഠിച്ചു, വായിച്ചു പല ഇതിൽ കൂടെ. ലിക്ക, പിന്നെ അവർ എഴുതി. കി ഏക സമയ ഐസാദ, ഒരു സമയം ഇങ്ങനെ ഉണ്ടായിരുന്നു. ജബ് യഹ് ധർത്തി ബഹത്തർ ഗർമതി, അന്ന് ഈ ഭൂമി ഒരു ചുട്ടുപഴുത്ത ഒരു ഗ്രഹമായിരുന്നു. ഓർ ഇസ് പർ കോയി ജാൻവർ ചീസ് നഹിം രഹ് സക്തി തി. അന്ന് ആ ചുട്ടുപഴുത്ത ഗ്രഹമായിരുന്നപ്പോൾ, ചൂടുള്ള ഗ്രഹമായിരുന്നപ്പോൾ ഇവിടെ ഒരു ജീവികളും ഉണ്ടായിരുന്നില്ല, ഒരു വസ്തുക്കളും. ജാൻദാർ ചീസ് നഹിം രഹ് സക്തി തി. ഇസ് പർ കോയി ജാൻദാർ ചീസ് നഹിം രഹ് സക്തി. അന്ന് ചുട്ടുപഴുത്ത ഗ്രഹമായിരുന്നപ്പോൾ ഇവിടെ ഒരു വസ്തുക്കളും ഉണ്ടായിരുന്നില്ല. ചീസ്, വസ്തു. അഗർ ഹം उनकी किताबें पढ़े और पहाड़ों और जानवरों की पुरानी हड्डियों को गौर से देखे तो हमें खुद मालूम होगा कि ऐसा समय जरूर रहा होगा. അപ്പോൾ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അന്ന് ജീവിച്ചിരുന്ന മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങൾ, ഹഡ്ഡി എന്ന് പറഞ്ഞാൽ അസ്ഥികൂടം, ഹഡ്ഡിയോം എല്ല്, അസ്ഥികൂടം, അതൊക്കെയാണ്. ഗൗർ സേ ദേക്കെ, അതിനെല്ലാം നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ ഹമേം ഖുദ് മാലൂം ഹോഗ കി ഐസാ സമയ ജരൂർ രഹാ ഹോഗ. അപ്പോൾ അതൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു എന്ന്. തും ഇതിഹാസ് കിതാബോ മേം ഹി പഠ് സക്തി ഹോ, നീ ചരിത്രം പഠിക്കുന്നത് പുസ്തകത്തിൽ കൂടെയാണ്. ലേക്കിൻ പുരാനെ ജമാനെ മേയും തോ ആദ്മി പൈദാ ഹി നാ ഹുവാദ എന്ന ഒരു കാര്യം മനസ്സിലാക്കണം. കുറേ വർഷങ്ങൾക്ക് മുമ്പേ, പുരാനെ ജമാനെ കഴിഞ്ഞുപോയ കാലത്ത്, പുരാനെ പഴയ കാലത്ത്, ആത്മി പൈദാഹി നാ ഹുവാദ, മനുഷ്യനന്ന് ഉണ്ടായിട്ടില്ല. കിതാബേം കോൺ ലിഖ്ത, അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ പുസ്തകങ്ങൾ എഴുതിയത്? തബ് ഹമേ മുസ് ജമാനെ കി ബാത്തേ കൈസെ മാലൂം ഹോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അന്നത്തെ കാര്യങ്ങൾ മനസ്സിലായത് എന്നൊക്കെ ചിലപ്പോൾ നീ ചിന്തിക്കാം. യഹ് തോ നഹിം ഹോ സക്താ കി ഹം ബൈഠെ ഹർ ഏക് ബാത്ത് സോച്ച് നിക്കാലെ. അങ്ങനെ ഇരുന്ന് നമുക്ക് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും. അന്ന് പുസ്തകമില്ലായിരുന്നു, അന്ന് ആൾക്കാരില്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എഴുതപ്പെട്ടത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. ബടെ മസേക്ക് ബാത്ത് ഹോഗി, അത് രസകരമായ ഒരു കാര്യമാണ്. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ ഹം ജോ ചീസ് ചാഹത്തെ സോച്ച് ലേത്തെ ഒരു സുന്ദർ പരിയോം കി കഹാനിയാ ഗഡിലെത്തി. അപ്പം ചെറിയ ഏതെങ്കിലും ഒരു വസ്തുക്കളെ കാണുമ്പോൾ നമ്മൾ തന്നെ സ്വയം അതിനെപ്പറ്റി കഥകൾ രചിക്കാറുണ്ട്. ലേക്കിൻ ജോ കഹാനി കിസി ബാത്ത് കോ ദേഖെ ബിനാ ഹി ഗഡ് ലി ജായ് വഹ് കൈസെ ടീക്ക് ഹോ സക്തി ഹെ. അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ നേരിട്ട് കാണാതെ ആ വസ്തുവിനെ പറ്റി കഥ രചിക്കുന്നത് എത്രത്തോളം ശരിയാണ്? ലേക്കിൻ ഖുഷി കി ബാത്ത് ഹെ കി, എന്നാൽ സന്തോഷമുള്ള കാര്യം ഇതാണ്, उस पुराने ज़माने की लिखी हुई किताबें ना होने पर भी कुछ ऐसी चीज़ें हैं
दिन में हमें उतनी ही बातें मालूम हो उनसे हमें उतनी ही बातें मालूम होती है ജിത്തിനി കിസി കിതാബ് സേ ഹോത്തി. അപ്പം ഈ കാര്യങ്ങളെല്ലാം, ഈ പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ये पहाड़, समुद्र, सितारे, नदियाँ, जंगल, जानवरों की पुरानी हड्डियाँ और भी इसी तरह की और कितनी ही चीज़ें बेकिताबें हैं जिनसे हमें दुनिया का पुराना हाल मालूम हो सकता है. അപ്പം ये पहाड़ പർവ്വതം, സമുദ്ര, സിത്താരെ നക്ഷത്രം. അപ്പോൾ ഈ പർവ്വതത്തിനെ പറ്റിയും സമുദ്രത്തിനെ പറ്റിയും നക്ഷത്രത്തിനെ പറ്റിയും നദിയും അതുപോലെ വനവും, ജംഗൽ വനം, ജാൻവറും മൃഗങ്ങളെ പറ്റിയും, കി പുരാനി ഹഡ്ഡിയാം, അതേപോലെ ഈ മൃഗങ്ങളുടെ പഴയ ഹഡ്ഡിയാം എല്ലും കഷ്ണങ്ങൾ, അതായത് സ്കെൽറ്റൻ. और भी इसी तरह की और कितनी ही चीज़ें, അങ്ങനത്തെ എത്ര വസ്തുക്കൾ, വേ കിതാബേം ഹൈ ജിൻസെ ഹമേം ദുനിയ കാ പുരാന ഹാൽ മാലൂം ഹോ സക്താ ഹൈ. അപ്പം പുസ്തകങ്ങളിൽ കൂടിയാണ് നമുക്ക് പഴയ കാലത്തിൻ്റെ അറിവ് കിട്ടുന്നത്. മഗർ ഹാൽ ജാനനെ കാ അസലി തരീക്ക യഹ് നഹിം ഹെ. എന്നാൽ ഒരു വസ്തുവിനെ പറ്റി അറിയുന്നതിനുള്ള ശരിയായിട്ടുള്ള മാർഗം ഇതല്ല. യഹ് നഹിം ഹെ കി ഹം കേവൽ ദൂസരോം കി ലിഖി ഹുയി കിതാബേ പഠിലേ. അപ്പം മറ്റുള്ളവർ എഴുതിയ ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് മാത്രം നമ്മൾ അറിയുന്നതല്ല, ബൽക്കി ഗുദ് സൻസാർ രൂപി പുസ്തകക്കോ പഠേ. അപ്പോൾ ഒരാൾ എഴുതി വെച്ച കാര്യങ്ങൾ അങ്ങനെ പഠിക്കുന്നതിനേക്കാളും നമ്മൾ ചെയ്യേണ്ടത് ഈ ലോകമാകുന്ന പുസ്തകത്തെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. मुझे आशा है कि എനിക്ക് വിശ്വാസമുണ്ട്, പത്തരോം और पहाड़ों को पढ़कर तुम थोड़ी ही दिनों में उनका हाल जानना सीख जाओगे. നീ പർവ്വതത്തിനെ പറ്റിയും ചട്ടാൻ പാറകളെ പറ്റിയും പത്തർ പാറ കല്ലിനെ പറ്റിയും നീ പഠിക്കുമ്പോഴത്തേക്ക് എന്താണ് ജാന സീഖ് ജായേഗി, അതിനെയൊക്കെ പറ്റി പഠിക്കാൻ, കല്ലിനെ പറ്റിയും പർവ്വതത്തിനെ പറ്റിയും പഠിക്കാൻ നീ ആരംഭിക്കും. സോച്ചോ, ചിന്തിക്കൂ, കിത്തിനി മസേ കി ബാത്തെ, എത്ര രസമുള്ള കാര്യമാണത്. ഏക് ചോട്ടാ സാ റോഡ ജിസെ തും സടക് പർ യാ പഹാഡ് കെ നീച്ചെ പടാ ഹുവാ ദേഖ്തി ഹോ. ഒരു പാറക്കല്ല്, ഒരു കല്ല് റോഡിൻ്റെ സൈഡിലോ ഇല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ താഴെയോ കിടക്കുന്നത് നീ കണ്ടിരിക്കാം. ഷായദ് സൻസാർ കി പുസ്തക കാ ചോട്ടാ സാ ഏക് പുഷ്ട് ഹോ. ഈ പാറക്കല്ല് എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ തന്നെ, ആ ലോകമാകുന്ന പുസ്തകത്തിൻ്റെ ഒരു പേജാണ്. പുഷ്ട് എന്ന് പറഞ്ഞാൽ പേജ്, ചോട്ടാസ പുഷ്ട് ഒരു ചെറിയൊരു പേജാണത്. ഷായദ് ഉസ്മേ തുമേ കോയി നയി ബാത്ത് മാലൂം ഹോ ജായേഗ. അപ്പോൾ ഇതിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും പുതിയ കാര്യം അറിയാൻ സാധിക്കും. ഷർത്ത് യഹി ഹെ എന്ന കണ്ടീഷൻ ഇതാണ്. ഷർത്ത് കണ്ടീഷൻ യഹി ഹെ കി തുമേ ഉസേ പഠന ആത്താ ഹോ. അത് പഠിക്കാനുള്ള താല്പര്യം നിനക്ക് ഉണ്ടായിരിക്കണം. ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ കല്ല് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. कोई ज़बान उर्दू, हिंदी या अंग्रेज़ी सीखने के लिए तुम्हें उसके अक्षर सीखने होता है. ഇംഗ്ലീഷ് ആയിരുന്നാലും ഉറുദു ആയിരുന്നാലും ഹിന്ദി ആയിരുന്നാലും ഒരു ഭാഷ പഠിക്കുന്നത് അതിൻ്റെ അക്ഷരത്തിൽ കൂടെയാണ്. ഇസി തരഹ, അതുപോലെയാണ് പഹലെ തുമേ പ്രകൃതി കെ അക്ഷർ പഠനെ പടേഗെ തബി തും ഉസ്കി കഹാനി ഉസ്കി പത്തരോം ഓർ ചട്ടാനോം കി കിതാബോം സെ പഠ് സകേഗി. അപ്പോൾ ഈ പ്രകൃതിയിലെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് കല്ലും പാറയും അതൊക്കെ പറ്റി നീ പഠിക്കേണ്ടി വരും എന്നാണ് ഇവിടെ പറയുന്നത്. शायद अब भी तुम उसे थोड़ा पढ़ जानती हो. जब तुम कोई छोटा सा गोल चमकीला रोड़ा देखती हो तो क्या वह तुम्हें कुछ नहीं बदलाता. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും തിളക്കമുള്ളതോ ഇല്ലെങ്കിൽ കല്ലോ മറ്റോ കാണുമ്പോഴത്തേക്ക് അത് എന്താണ് നിന്നോട് പറയുന്നത്, എന്താണത് പറയുന്നത് എന്ന് നമ്മളത് ശ്രദ്ധിക്കുക. കൈസേ ഗോള, ഇതെങ്ങനെയാണ് ഗോളമായത്, ഉരുണ്ടിരിക്കുന്നത്, ചിക്കന വഴുക്കമുള്ളത്, ഒരു ചമക്കീല പിന്നെ തിളക്കമുള്ളത്, ഹോഗയ
और उसके उसके गुरदरे കിനാരെ യാ കോനെ ക്യാ ഹുവ. പിന്നെ അതിൻ്റെ അരിവുകൾ എങ്ങനെയാണ് ഇങ്ങനെയായത് എന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കുക. അഗർ തും കിസി ബഡി ചട്ടാൻ കോ തോട് കർ टुकड़े टुकड़े कर डालो तो हम हर एक टुकड़ा ഗുർദാർ ഒരു നോക്കില ഹോഗ. ആ പാറക്കല്ലിനെ ചെറുതായിട്ട് പൊട്ടിക്കുകയായിരുന്നെങ്കിൽ ആ പാറക്കല്ലിൻ്റെ ചില ഭാഗങ്ങൾ മൂർച്ചയുള്ളതും വഴുവഴുപ്പുള്ളതും ഒക്കെ ആയിരിക്കും. ഗുർദാർ ഒരു നോക്കില ഹോഗ. യഹ് ഗോള ചിക്കനെ റോഡ की तरह बिल्कुल नहीं होता. फिर यह റോഡ കൈസെ ഇത്തന ചമക്കീല. എങ്ങനെയാണ് ഇതിങ്ങനെ തിളക്കമുള്ളതായത്? ചിക്കന ഒരു ഗോള ഹോഗയ. എങ്ങനെയാണ് ഇത് ഗോളാകൃതിയിലായത്? അഗർ തുമ്ഹാരി ആംഗേം ദേखे और कान सुने तो तुम उसी के मुँह से उसकी कहानी सुन सकती हो. നീ അത് കാണുകയും കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ കഥ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വഹ് തുംസെ കഹേഗ. അപ്പോൾ അത് നിന്നോട് പറയും കി ഏക സമയ ജിസെ ഷായദ് ബഹുത് ദിൻ ഗുസരെ ഹോ. ഒരു പക്ഷേ ഇത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കാം. ബഹുബി ഏക് ചട്ടാന് കാ ടുക്കടാദ. അപ്പം അതൊരു ചെറിയൊരു പാറയുടെ കഷ്ണമായിരിക്കാം. ടീക്ക് ഉസി ടുക്കടേക്ക്. അതേപോലെയാണ് ആ ചെറിയൊരു കഷ്ണത്തിൻ്റെ തര ഉസുമയും കിനാരെ ഒരു കോനെ ദേ ജിസെ തും ബഡി ചട്ടാൻ സെ തോടുത്തി ഹോ. അപ്പോൾ ആ വലിയ പാറ ഇതേപോലെ പൊട്ടിച്ചപ്പോഴത്തേക്കായിരിക്കും അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായത്. ഷായദ് വഹ് കിസി പഹാഡ് കെ ദാമൻ. ചിലപ്പോൾ ഒരുപക്ഷെ അത് ഏതെങ്കിലും പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലോ വീണു പോയിരിക്കാം. തബ് പാനി ആയ और उसे बहाकर ചോട്ടി ഘാട്ടി തക്ക് ലേ ഗയ. അപ്പോൾ ആ പാറക്കല്ലിന് മഴ വന്ന സമയത്തോ അല്ലെങ്കിൽ ജലം കൂടുന്ന സമയത്തോ പ്രളയം ഉണ്ടാകുന്ന സമയത്തോ അതിനെ അവിടെ നിന്ന് മാറ്റം ചെയ്ത് മറ്റുള്ളിടത്ത് കൊണ്ടുവന്നിരിക്കാം, തീരങ്ങളിലൊക്കെ കൊണ്ടെത്തിക്കാം. വഹാം സെ ഏക് പഹാടി നാലെ ने टकेल कर उसे एक छोटे से दरिया में पहुंचा दिया. അങ്ങനെ ഓരോ ഭാഗത്തും ആ കല്ലിനെ, ആ പാറക്കല്ലിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളെയൊക്കെ കൊണ്ട് വന്ന് കാണാം. ഉസ് ചോട്ടെ സെ ദരിയ സെ വഹ് ബഡെ ദരിയാമയും പഹുഞ്ച. അങ്ങനെ ഓരോടത്ത് വരുമ്പോൾ തോറും അതിന് ചെറുതിന് രൂപമാറ്റം സംഭവിച്ചു കൊണ്ടേയിരിക്കാം. ഇസ് ചോട്ടെ സെ ദരിയ സെ വഹ് ബഡെ ദരിയാമയും പഹുഞ്ച. അങ്ങനെ ചെറുതിൽ നിന്ന് അത് വലുതായി പരിണമിക്കാം. ഇസ് ബീച്ച് മെയും വഹ് ദരിയ കെ പേന്തെ മെയും लुढ़कता रहा. उसके किनारे खिस गए और वह चिकना और चमकदार हो गया. അങ്ങനെ അത് ഓരോ തീരങ്ങളിലും മാറ്റപ്പെട്ട് അതിന് രൂപപരിവർത്തനം സംഭവിച്ച് അത് വലുതായി തീരാം. इस तरह वह कंगड़ बना जो तुम्हारे सामने है. അങ്ങനെ അതൊരു വലിയൊരു പാറക്കലാവാം, അത് കാണപ്പെടും. किसी वजह से दरिया उसे छोटा गया और तुम उसे പാ ഗയി. അപ്പോൾ അത് ചെറുതാകുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാകാം, അപ്പോൾ അതിനെ കാണപ്പെടും. അഗർ दरिया उसे और आगे ले जाता तो वह छोटा होते अंत में बालू का एक जरा हो जाता. അപ്പോൾ ഇതേപോലെ തന്നെയാണ് പാറക്കല്ലുകൾ ചിലപ്പം എന്താണ് ഈ ചെറിയ കഷ്ണങ്ങളായി, ചെറിയ കഷ്ണം വീണ്ടും കഷ്ണങ്ങളായി ചെറിയ മണൽത്തരികളാകാം. ജറാ ഹോ ജാത്ത ഒരു സമുദ്ര കെ കിനാരെ. പിന്നെ അതിനെ സമുദ്രത്തിൻ്റെ തീരത്ത് കൊണ്ടെത്തിച്ച് കാണാം. अपने भाइयों से जा मिलता जहाँ में एक सुंदर बालू का किनारा बन जाता. അപ്പോൾ കടലിൻ്റെ തീരത്ത് പോകുമ്പോൾ നമ്മൾ മണലിൻ്റെ തീരത്ത് മണലിൽ കളിക്കാറുണ്ട്. ജിസ് പർ ചോട്ടെ ചോട്ടെ ബच्चे खेलते और बालू के ഖരൗന്ദേ ബനാത്തെ. അതേപോലെ ചെറിയ കുട്ടികൾ ഈ മണലിലിരുന്ന് കളിച്ച് അവരതിൽ വീടുകളും ഉണ്ടാക്കാറുണ്ട്. അഗർ एक छोटा सा रोडा तुम्हें इतनी बातें बता सकते हैं. അപ്പോൾ ആ ചെറിയ
ചെറിയ ഒരു കഷ്ണം കല്ലാണ് നിനക്ക് ഇത്രയും കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തന്നത്. തോ പഹാഡോ മോർ ദൂസരി ചീസോം സെ ജോ ഹമാരെ ചാരോം തരഫ് ഹെ ഹമേ ഓർ കിത്തനി ബാത്തേ മാലൂം ഹോ സക്തി ഹെ. അങ്ങനെയാണെങ്കിൽ നിൻ്റെ അടുത്തുള്ള ആ പർവ്വതവും മറ്റും നിനക്ക് എത്രത്തോളം വലിയ വലിയ കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരിക. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇവിടെ പറയുന്നത് നമ്മുടെ ലോകം എന്ന് പറഞ്ഞത് ഒരു പുസ്തകമാണ്. ആ ലോകത്തിലുള്ള ഓരോ ചെറിയ വസ്തുക്കളായിരുന്നാലും വലിയ വസ്തുക്കളായിരുന്നാലും അതിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ആ വസ്തുക്കൾക്ക് അനേകം കഥകൾ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ആ കഥകൾ എന്ന് പറയുന്നത് നമ്മൾ നോവൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ കഥ വായിക്കുമ്പോഴോ കിട്ടുന്ന ആനന്ദത്തിനേക്കാളും അപ്പുറമാണ് എന്നാണ് ജവഹർലാൽ നെഹ്റു ഈ പാഠത്തിൽ കൂടെ പറയുന്നത്. ഇസ് संसार रूपी पुस्तक पढ़ने से हमें मज़ा आएगा, क्योंकि इस संसार के एक एक कण को हम एक एक अध्याय के रूप में जान लेना चाहिए. एक छोटी कंकड़ है या बालू है, इन बालू को अपनी कहानी हमसे कहना होगा. हम इसलिए शौक के साथ एक एक चीज़ को देखकर और परखकर ഉസെ ജാന്ന ചാഹിയ. അപ്പോൾ ഏത് ചെറിയ കഷ്ണമായിരുന്നാലും വലുതായിരുന്നാലും അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള താല്പര്യമുണ്ടായിരിക്കണം. താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകമാകുന്ന പുസ്തകം പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സൻസാർ എക് പുസ്തക് ഹെ എന്ന ഈ സൻസാർ പുസ്തക് ഹെ എന്ന ലെറ്ററിൻ്റെ തർജിമ പ്രേംചന്ദ് ജിയാണ് ഇത് ചെയ്തത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു മകൾക്ക് എഴുതിയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സൻസാർ ലോകം എന്ന് പറഞ്ഞത് ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തെ ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. അതിന് താല്പര്യമാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടും. ഏവർക്കും നന്ദി.